ലാജു ജോസ് ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ് ലാജു. എന്താണ് ഈ പുരസ്കാര ലബ്ധിയിൽ പറയാനുള്ളത് ആദ്യ പ്രതികരണമായി? താങ്ക് യു സോ മച്ച്. അത് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. ശരിക്കും നന്ദി പറയാനുള്ള അമൽ സാറിനോടാണ്. ഞാൻ എനിക്കൊരു പ്രതീക്ഷ, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിരുന്ന ജ്യോതിർമയിക്ക് അവാർഡ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞാനിങ്ങനെ വാർത്ത കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ എനിക്ക് അവാർഡ് കിട്ടി എന്നുള്ളത് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. ഒത്തിരി സന്തോഷം. ജ്യോതിർമയ്ക്ക് ഉണ്ട് മികച്ച ജൂറി പരാമർശമുണ്ട്, മികച്ച അഭിനയത്തിനുള്ള ജൂറി പരാമർശമുണ്ട്. യെസ്. അപ്പോൾ ഇതിന്റെ തിരക്കഥ, അതിനാണ് പുരസ്കാരം നേടിയിരിക്കുന്നത് ലിജോ. അപ്പൊ എന്താണ് ഈ കഥയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? അപ്പം ആ സിനിമ, ആ ക്രൂ, എൻറ്റയർ ക്രൂ, ആ ഒരു ചിത്രം ഉണ്ടായത് എങ്ങനെയാണ്? മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഓർമ്മകൾ എന്താണ്? 2020 അമൽ സാർ എന്റെ നോവൽ വായിച്ചിട്ട് എന്നെ വിളിക്കുമായിരുന്നു. ഇത് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അമൽ സാർ വിളിക്കുമായിരുന്നു. അങ്ങനെ ഒരു 4 വർഷത്തെ കഷ്ടപ്പാടും ചർച്ചകൾക്കും ഒക്കെ ശേഷമാണ് ഈ സിനിമ ഇറങ്ങിയത്. ക്രൂവിനോട് ഒത്തിരി നന്ദി, ചാക്കോച്ചനോട് നന്ദി, ജ്യോതിയോട് നന്ദി. അത് അഭിനയിച്ച എല്ലാവരും വളരെ മികച്ചതായിട്ട് ചെയ്തുകൊണ്ടാണ് ഇങ്ങനൊരു അവാർഡ് കിട്ടിയത്. ഒത്തിരി സന്തോഷമുണ്ട്. എന്തായാലും ഓർത്തെടുക്കാൻ കഴിയുന്ന എന്തെങ്കിലും അത് ഷൂട്ടിന്റെ സമയത്താണെങ്കിലോ അല്ലെങ്കിൽ ഇത് തിരക്കഥ രചനയുടെ സമയത്താണെങ്കിലോ എങ്ങനെയാണ് ഇങ്ങനെ ഒരു കഥ, അതിന് തിരക്കഥ ഒരുക്കുമ്പോൾ ഏറ്റവും ചലഞ്ചിങ് ആയി തോന്നിയ കാര്യം എന്താണ്? ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം ഇത് ആദ്യം നമ്മളൊരു ലോഡ്ജ് മുറിയിൽ ഇരുന്ന് 2018 എഴുതിയ ഒരു സംഭവമാണിത്. നമ്മുടെ മനസ്സിലേക്ക് വന്ന് ഓർമ്മ നഷ്ടപ്പെട്ട ഒരു പെണ്ണ്, അവൾക്ക് എന്താണ് സംഭവിക്കുക. നമ്മൾ ഈ പേപ്പറിൽ എഴുതി വെച്ച സാധനം നമ്മുടെ കൺമുന്നിൽ നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങൾ അഭിനയിക്കുമ്പോൾ നമ്മൾ വേറെ ഒരു ആലീസ് ഇൻ വണ്ടർലാൻഡ് ഫീലായിരുന്നു. നമ്മൾ ഷൂട്ട് കാണാൻ പോകുമ്പോഴെല്ലാം അതായിരുന്നു ഏറ്റവും സർപ്രൈസിങ്. എന്റെ മനസ്സിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു കഥ എന്റെ ഫ്രണ്ടിൽ ഇപ്പം ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കത് ഭയങ്കര, ഞാൻ സ്വപ്നം കാണുകയാണോ എന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. യെസ്. അപ്പോ ബേസിക്കലി ഇപ്പോ ആദ്യമായിട്ട് ഒരുക്കിയ തിരക്കഥയാണ് അല്ലെ സിനിമയ്ക്ക്? അപ്പൊ അതിന് ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നു എന്നത് വളരെ സ്പെഷ്യലാണ്. ഇത് തരുന്ന ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഇത് തരുന്ന ഒരു ഊർജ്ജം എന്താണ്? ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്ന പുതിയ പ്രൊജക്ടുകളുണ്ടോ, എഴുത്തുകളുണ്ടോ? എന്താണ് എഴുത്ത് ലോകമായി? പുതിയ പ്രൊജക്ടുകളൊന്നുമില്ല. എഴുത്ത് ആസ് യൂഷ്വൽ കണ്ടിന്യൂ ചെയ്യുന്നു. നമ്മൾ കഥകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെയാണ്. പുതിയ പ്രൊജക്ട്സ് ഒന്നും അനൗൺസ് ചെയ്യാറൊന്നും ആയിട്ടില്ല. ശരി. എന്തായാലും താങ്ക് യു സോ മച്ച് ലാജോ ഇപ്പോൾ പ്രതികരിച്ചതിന്. എന്തായാലും പുതിയ സിനിമകൾ ഉണ്ടാവട്ടെ, പുതിയ ഒരുപാട് നല്ല കഥകൾ ഉണ്ടാവട്ടെ, അത് നമുക്ക് വായിക്കാനും കാണാനും ഒക്കെയുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. ലാജോ ജോസാണ് പ്രതികരിച്ചത്. ബൊഗൈൻ വില്ല എന്ന സിനിമയുടെ തിരക്കഥ ഒരുക്കിയ ലാജോ ജോസിനാണ് മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം കിട്ടിയത്. അമൽ നീരനുമായി ചേർന്നാണ് തിരക്കഥ ഒരുക്കിയത് ലാജോ. അതിന്റെ സന്തോഷം പങ്കുവെക്കുകയായിരുന്നു നമ്മോടൊപ്പം ലാജോ ജോസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.